ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ നാഗേന്ദ്രൻ്റെ പഴയ കഥ, അതായത് നാഗേന്ദ്രൻ്റെയും ചെല്ലച്ചയുടെയും ആ ഒരു സ്റ്റോറിയാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അത് അവിടെ തന്നെ നിൽക്കട്ടെ, അനിയുടെ അന്തുവിൻ്റെ കാര്യമല്ല, ഇനിയിപ്പോൾ നാഗേന്ദ്രൻ ജലജയുടെയും കാര്യമാണ് ഇനിയിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രനും ജലജയും തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണ്, നാഗേന്ദ്രൻ എന്ത് ചെറ്റത്തരമാണ് മൂർത്തിയിടത്തും അതുപോലെ തന്നെ നമ്മുടെ അനന്തപുരി കൊട്ടാരത്തിലുള്ളവർക്കും ചെയ്തത് എന്നറിയാൻ വേണ്ടി ആദർശ് നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കേണ്ട. മുത്തശ്ശ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശൻ സത്യസന്ധമായിട്ട് മറുപടി പറയുമോ എന്ന് ചോദിക്കുകയാണ്. മോൻ ചോദിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശന് ഇഷ്ടപ്പെടാത്ത വിഷയമാണ്, പക്ഷേ എങ്കിലും എനിക്ക് അറിയണമെന്ന് തോന്നി മുത്തശ്ശ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ഞാൻ പറഞ്ഞില്ല മോനെ, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്ന് പറയണം. അത് വേറൊന്നുമല്ല, ഈ നാഗേന്ദ്രനുണ്ടല്ലോ, നാഗേന്ദ്രൻ അയാളെ ശരിക്കും എന്തിൻ്റെ പേരിലാണ് ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയത്, അപ്പച്ചിയും അയാളും തെറ്റിപ്പിരിയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയുന്നുണ്ട്, നോക്ക്, നിനക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. അറിയാൻ പാടാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാം, കുഴപ്പമില്ല, അതറിയാൻ വേണ്ടി ആഗ്രഹമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അതിനൊരു ആ ഒരു ചെറിയൊരു ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അറിയാനുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് അവിടെ നീ വെച്ചോ, വേറെ എന്ത് കാര്യം നീ എന്നോട് ചോദിച്ചോ ഞാൻ നിന്നോട് പറയാം. പക്ഷെ നാഗേന്ദ്രൻ്റെ ആ കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കവൻ്റെ പേര് പോലും സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് നീ വേറെ എന്ത് വേണം ചോദിച്ചോ, ഇത് മാത്രം എന്നോട് ചോദിക്കാല്ല, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മുത്തശ്ശൻ ആദർശിൻ്റെ മുഖത്ത് നോക്കി പറയണം. അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, മുത്തശ്ശൻ്റെ പുതിയൊരു നാടകമായിരിക്കും ഇത്, കാരണം എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ തനിയെ കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. ശരി, ഞാൻ തനിയെ കണ്ടുപിടിച്ചോളാം എന്ന് ആദർശം വിചാരിക്കുകയാണ്. മുത്തശ്ശന് മനസ്സിൽ വിചാരിക്കേണ്ടത്, അവൻ എന്തിനും കണ്ടുപിടിക്കണമെങ്കിൽ തനിയെ കണ്ടുപിടിക്കട്ടെ, ഇനിയിപ്പോൾ ഒരു സഹായം അവനെ ചെയ്തു കൊടുക്കരുത്. അവനിപ്പോൾ അതിനുള്ള പ്രായവും പക്വതയൊക്കെ ആയി. നമ്മുടെ കമ്പനിയിലെ ആ ഒരു ശത്രു നാഗേന്ദ്രനാണെന്ന് കണ്ടുപിടിച്ചവന് ആദർശ്. പിന്നെ നാഗേന്ദ്രൻ്റെ പഴയ കഥകൾ കണ്ടുപിടിക്കാനുണ്ട് ഇത്ര പ്രയാസം, അവൻ കണ്ടുപിടിക്കട്ടെ എന്ന് മുത്തശ്ശനും വിചാരിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ഇവിടെ വിവാഹം കഴിഞ്ഞ് ജലജാപ്പച്ചനെ വിവാഹം കഴിച്ചിട്ട് എങ്ങനെ പോയാലും ഒരു 10-30 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ 30 വർഷത്തിന് മുമ്പ് എന്താക്കി ആർക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അന്ന് ഇവിടെ ആരായിരുന്നു, അതായത് അവിടെ വേലക്കാരൊക്കെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ അതായത് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആരായിരുന്നു, ആ പുള്ളിക്കാരനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞൊരു അറിവുണ്ട്, മുമ്പ് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു എന്ന്. ആ കാര്യസ്ഥനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ, പിന്നെ അയാൾ സ്ഥലം മാറി വേറെ എവിടെയോ പോയതാണ്, അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ആദർശം വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശിൻ്റെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ആ ഒരു കാര്യസ്ഥനെ കയ്യിൽ കിട്ടുക കേട്ടോ. നമ്മുടെ അനന്തമൂർത്തിയുടെ തറവാട്ടിൽ അല്ലെങ്കിൽ അനന്തപുരി കൊട്ടാരത്തിൽ 10-25 വർഷം മുമ്പ് വരെ ജോലി ചെയ്ത ഒരാളുണ്ട്. അവിടെ തോട്ടപ്പണിയും അവിടുത്തെ കാര്യങ്ങളും ഡ്രൈവറായിട്ടും ഒക്കെ നിന്ന ഒരാളാണ്. അപ്പോൾ അയാൾ അങ്ങനെ ആദർശ് കണ്ടുപിടിക്കുന്നുണ്ട്. ആദർശ് അയാളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരനോട് പറയുന്നുണ്ട്, അതെ, ഞാൻ അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമകനാണ്. ഓ അയ്യോ, ആദർശ് അല്ലേ? അതെ, മോനെ ഒരു 3 വയസ്സുള്ള സമയത്ത് കണ്ടൊരു ഓർമ്മയെ എനിക്കുള്ളേ, പിന്നെ അതൊന്നും അല്ലല്ലോ, ഇപ്പോൾ 10-30 വയസ്സായില്ലേ, അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊന്നും ഇപ്പോൾ കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായി പോയി. മോനെ എത്ര എടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് പറയുമ്പോഴേക്കും അത് എനിക്ക് മനസ്സിലായി. മുത്തശ്ശൻ പറഞ്ഞ് മിക്കപ്പോഴും പറയാറുണ്ട് അങ്കിളുടെ കാര്യം. ഞാനിപ്പോൾ വന്നത് അങ്കിളുടെ അടുത്തൊരു സഹായം ചോദിക്കുകയാണ്. എന്താ മോനെ, എന്നെക്കൊണ്ട് എന്ത് സഹായമോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, അങ്കിൾ എന്തിനാ അനന്തപുരി തറവാട്ടിലെ ജോലി മതിയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അതോ, എനിക്ക് മക്കളും അതുപോലെ തന്നെ മരുമക്കളും ഒക്കെ പറഞ്ഞു ഇനി ജോലിക്കൊന്നും പോകണ്ട, പ്രായമില്ലേ, വീട്ടിലിരിക്കാൻ. അവർ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ പറ്റുള്ളൂ മോനെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയേണ്ടി വന്നത്. എന്നാലും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഇപ്പോഴും എനിക്ക് സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്കിള് അന്ന് അവിടെ ഡ്രൈവറൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തെ എൻ്റെ അമ്മ, അതായത് ദേവിയാനിയുടെയും പിന്നെ അച്ഛൻ ജയൻ്റെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിന് ജയനും അതുപോലെ തന്നെ അജയനൊക്കെ നല്ല ചെറുപ്പത്തിൽ ഞാൻ അവിടെ കയറിയതാണ്. പിന്നെ മോൻ്റെ അമ്മ വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴും മോനെ 3-4 വയസ്സുള്ളപ്പോഴല്ലേ ഞാൻ അവിടെ നിന്ന് പോയത്. പിന്നെ ജലജയുടെ വിവാഹവും കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ അജയൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബാക്കി 2 പേരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അതെ, എനിക്കതാ അറിയേണ്ടത്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 7-8 വർഷം അങ്കിള് ഞങ്ങളുടെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ 10 വർഷമൊന്നുമല്ല മോനെ, 15 വർഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ ജലജപ്പിച്ചിനെ വിവാഹം കഴിച്ചത് നാഗേന്ദ്രൻ എന്ന്
പറഞ്ഞ ആളാണ്. ഉവ് അന്ന് അയാളുടെ ആലോചന ബ്രോക്കർ കൊണ്ടുവന്നപ്പോഴേക്കും ഞാനും അനന്തമൂർത്തിയും കൂടിയിട്ടാണ് അയാളുടെ തറവാട്ടിലൊക്കെ പോയി അന്വേഷിച്ചത്. അന്ന് അയാൾ കുഴപ്പക്കാരനൊന്നല്ല, നല്ലവനാണെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത്. പിന്നെ അത് ഭയങ്കര ദുരന്തമായി പോയല്ലേ. ആ എന്ത് പറയാൻ. അല്ല, ഈ നാഗേന്ദ്രനെ അന്ന് അടിച്ചിറക്കി വിട്ടായിരുന്നല്ലോ, പിന്നെ അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഓ അതൊക്കെ വലിയ കഥയാങ്കിലേ, അതൊക്കെ പറയാൻ ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു കാര്യമാണ്. മോൻ ചോദിച്ചോ. അത് ഈ നാഗേന്ദ്രനും അപ്പച്ചി വിവാഹം കഴിഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു? സ്നേഹത്തിലൊക്കെ ആയിരുന്നോ? സ്നേഹത്തിലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ചെറുപ്പം മുതലൊരു സ്വഭാവമുണ്ട്. പണത്തിനോടും സ്വത്തിനോടും സ്വർണത്തിനോടൊക്കെ വല്ലാത്തൊരു ആക്രാന്തമാണ്. അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവൾ ആ അനന്തമൂർത്തിയുടെ കുടുംബത്തെക്കാളും കുറച്ച് താഴ്ന്ന കുടുംബമായിരുന്നു നാഗേന്ദ്രൻ്റെ. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രനെ വിവാഹം കഴിഞ്ഞപ്പോഴേക്ക് വളരെ പാവമായിരുന്നു, മാന്യനായിട്ടൊരാളായിരുന്നു. പക്ഷേ ജലജനെ വിവാഹം കഴിച്ചപ്പോൾ അയാളുടെ സ്വഭാവം അങ്ങ് മാറി. ജലജ അയാളുടെ തലയിലേക്ക് വിഷം കുത്തിവെക്കാൻ വേണ്ടി തുടങ്ങി. സ്വർണവും പൊന്നും പണവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് അയാളെ കളവ് നടത്താനും ചതി നടത്താനൊക്കെ ജലജ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതൊന്നും നമ്മുടെ മുത്തശ്ശിനെ അറിയില്ല കേട്ടോ എന്ന് പറയണം. ആഹാ, അപ്പോൾ ഇതൊന്നും മുത്തശ്ശിനെ അറിയില്ലേ? ഇല്ല, ഇതൊക്കെ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കാരണം ഞാനാണല്ലോ ഇവിടെ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, അവരുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അന്ന് ജലജ നിർബന്ധിച്ചിട്ടാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഈ നാഗേന്ദ്രനെ ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫായിട്ട് നിയമിച്ചത്. പക്ഷേ അയാൾ അവിടെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി ജലജ പറഞ്ഞിട്ട്. അങ്ങനെ ജലജ പറയുകയും ചെയ്തു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂടെ നിൽക്കാമെന്ന്. ഇനിയിപ്പോൾ ഈ കള്ളത്തരും ചതിയൊക്കെ അച്ഛൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നാഗേന്ദ്രൻ്റെ കൂടെ നിൽക്കുമെന്ന് ജലജ വാക്ക് കൊടുത്താണ്. അങ്ങനെ നാഗേന്ദ്രനെ ഒരു പെരും കള്ളനാക്കി മാറ്റി ജലജ. അവസാനം നമ്മുടെ മുത്തശ്ശൻ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. സ്വർണ്ണക്കടയിലാണെങ്കിൽ വരവിന് ഭയങ്കര ചിലവ് ഭയങ്കരമായിട്ട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളും ഇല്ല. പിന്നെ കുറച്ചൊക്കെ സ്വർണത്തിൽ മായം ചേർക്കാനും തുടങ്ങി. ഇതൊക്കെ കണ്ടുപിടിച്ച മുത്തശ്ശൻ അവസാനം ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുമ്പോൾ നാഗേന്ദ്രനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പുറകേന്ന് കളിച്ചത് ജലജയാണ്. അങ്ങനെ നാഗേന്ദ്രനാണെന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മുടെ ജലജ നാഗേന്ദ്രനെ ഒറ്റ കൊടുക്കാട്ടോ. അയ്യോ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അച്ഛാ, നമ്മുടെ കുടുംബത്തെ ചതിച്ച ഇയാളെ പുറത്താക്കച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെ ഒറ്റ കൊടുക്കുകയാണ് നമ്മുടെ ജലജ. അതാണ് ജലജയും നാഗേന്ദ്രൻ തമ്മിലുള്ള വഴക്കിന് പ്രധാന കാരണം. പിന്നെ അയാളും ചെറിയൊരു തരികിടയായിരുന്നു. സ്വർണവും പണമൊക്കെ കണ്ടപ്പോൾ അയാളുടെ മനസ്സൊന്ന് ഭ്രമിച്ചു പോയി. ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ മോനെ. അല്ല മോനിപ്പോൾ എന്താ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണത്? ഒന്നുമില്ല. അന്നത്തെ നാഗേന്ദ്രനുണ്ടല്ലോ, അന്ന് അയാൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ അയാളെക്കുറിച്ച് ഒരു അറിവില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. പഴയ സ്വഭാവം തന്നെ, കള്ളക്കടത്തും അതുപോലെ തന്നെ സ്വർണ്ണ കച്ചവടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാളുടെ ഈ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്ന് തോന്നി. മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ മുത്തശ്ശനൊന്നും പറഞ്ഞുമില്ല. ഇതൊക്കെ എനിക്കറിയുള്ളൂ, പിന്നെ വേറൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ കേൾവിയുള്ളൂ, അത് എന്നോടായിട്ട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ശരി ഏട്ടാ, വളരെ നന്ദി എന്നൊക്കെ പറയണം. അങ്ങനെ നാഗേന്ദ്രനെ ചതിച്ച ജലജയുടെ കഥ അങ്ങനെ പുറത്തേക്ക് വരുവാണ്. അങ്ങനെ ഈ കഥ നമ്മൾ മുത്തശ്ശൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പോവാണ് നമ്മുടെ ആദർശ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.